പോർഷ. ജർമ്മനാ അല്ലേടാ? അതെ, 1931 ജർമ്മനിയിൽ രൂപം കൊണ്ട ഒരു ബ്രാൻഡാണെങ്കിലും അവർക്ക് സ്വന്തം പേരിൽ ഒരു കാർ ഇറക്കാനായിട്ട് പറ്റിയില്ല. ജർമ്മൻ ഗവൺമെൻറ് അവർക്ക് ഫസ്റ്റ് കൊടുത്ത അസൈൻമെൻറ്റ് പീപ്പിൾസ് കാർ നിർമ്മിക്കാനായിട്ടാണ്. അത് അവർ വോക്സ് വാഗണിൻ്റെ അണ്ടറിലാണ് ബീറ്റിൽ എന്ന് പറഞ്ഞൊരു ലിറ്റിൽ ബഗിനെ രൂപം കൊടുത്തത്. 1939 ആ ബീറ്റിലിൻ്റെ കോമ്പോണൻസ് കൊണ്ട് തന്നെ പോർഷ 64 എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് അവർ രൂപം കൊടുത്തു. പിന്നീട് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഈ പ്ലാന്റുകളെല്ലാം വേൾഡ് വാറിൻ്റെ എക്യുപ്മെൻറ്റ്സ് നിർമ്മിക്കാനായിട്ട് കൊടുക്കുകയും ചെയ്തു. 1952 പോർഷ 356 എന്ന് പറഞ്ഞൊരു കൊമേഴ്ഷ്യൽ കാറിന് രൂപം കൊടുത്തത്. ഇത്രയും ഇവിടെ പറഞ്ഞു തുടങ്ങിയത് നമ്മൾ പോർഷയുടെ ഒരു കാർ ഒരു സിംഗിൾ കാറായിട്ട് ഇന്ന് റിവ്യൂ ചെയ്യുകയല്ല. പോർഷയുടെ ഐക്കൺസ് ഓഫ് പോർഷ എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. ദുബായിൽ നടക്കുന്ന ഈ ഇവൻറ്റിന് എനിക്കൊരു ഇൻവൈറ്റ് കിട്ടി. അപ്പം ഞാൻ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ക്ലാസിക് കാർസും കുറേ അൺസീൻ മോഡൽസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഇവൻറ്റ് കവർ ചെയ്യാം, നിങ്ങളെയും കൂടെ കാണിച്ചു തരാം ആ ഇവൻറ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. നമുക്കും ഇവൻറ്റിലേക്ക് പോകാം. പോൾ വാക്കർ മരിക്കുന്നതിന് കാരണമായാൽ ഇതാണ് പോർഷ 356 എന്ന് പറഞ്ഞ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കാർ. ഇത് പോർഷ 911 എന്ന് പറഞ്ഞ മോഡലാണ്. 911L ലക്ഷറി മോഡലാണ്. ഇത് 1 ടൺ വെയ്റ്റും 6 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനുള്ള മോഡലാണിത്. ഇത് 1987 മോഡൽ പോർഷ 959S ആണ്. ഇത് ആകെ 292 യൂണിറ്റ്സ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. പോർഷ മ്യൂസിയത്തിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വളരെ റെയർ ആയിട്ടുള്ളൊരു മോഡലാണിത്. ലെബനോണിൽ നിന്ന് ഈ ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നൊരു മോഡലിനെ ഇപ്പോൾ കാണിച്ചു തരാവേ. NFSൻ്റെ പോർഷ കളിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും, അതിൽ കണ്ടിട്ടൊരു വണ്ടിയെ കാണിച്ചു തരാം. ഈ കിടക്കുന്ന മുതലുണ്ടല്ലോ, നമ്മുടെ DQ-നുണ്ട് ഈ ഒരു മോഡൽ, പോർഷയുടെ GT3 RS. പോൾ വാക്കറിനെ കുറിച്ച് അറിയത്തില്ലാത്തവരായിട്ട് ആരും കാണുകയില്ല. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവീസ് എല്ലാം കണ്ടവർക്ക് പോൾ വാക്കറിനെ നല്ലപോലെ അറിയാം. പോൾ വാക്കർ മരിക്കുന്നതിന് കാരണമായ അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് ഓടിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയുണ്ട്, പോർഷയുടെ ഒരു എമണ്ടൻസ് കറേറ GT. അത് നമ്മൾ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു വിട്ടും ഇതിൻ്റെ ഒരു വലുപ്പവും, ഇതൊരു മാരക വണ്ടിയാണ്, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്.
ഇത് മോബി ഡിക്ക് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന വണ്ടിയാണ്. Porsche 935 എന്ന് പറഞ്ഞ മോഡൽ. ലിമാൻസിൻ്റെ 24 hour റേസിൽ സക്സസർ ആയിട്ടുള്ളൊരു മോഡലാണിത്. ഇത് എയർ വിൻഡിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ടൈപ്പ് വീൽസാണ്. ഇത് പോർഷയുടെ 918 സ്പൈഡർ എന്ന് പറഞ്ഞ മോഡലാണ്. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഈ മോഡലിനെ ആദ്യമായിട്ടൊന്ന് കാണുന്നത്. ഇത് മറ്റുള്ള കാറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് മിഡ് എൻജിൻ മോഡലാണ്. ഇതിൻ്റെ എക്സോസ്റ്റ് ഒക്കെ കണ്ടു മേളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്പോയിലേഴ്സും എല്ലാം കാർബൺ ഫൈബറും കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏതാ മുതൽ നമ്മൾ മുമ്പേ കണ്ട കറേറ GTയുടെ വേറൊരു കളർ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ മുമ്പേ സിൽവർ കണ്ടു, ഇവിടെ ബ്ലാക്ക് കിടപ്പുണ്ട്. അതിൻ്റെ ആ ഒരു ബാക്കും എക്സോസ്റ്റും ഒക്കെ കണ്ടോ, നല്ല എന്തൊരു ഹ്യൂജ് ലുക്കാണിത് ഈ ഒരു കാറ് കാണാനായിട്ട്. അതിൻ്റെ മിഡ് എൻജിനും അതിൻ്റെ ആ എൻജിൻ കവർ ചെയ്തിട്ടുള്ള ആ ഒരു മെഷും ഇതിൻ്റെ ഒരു അലോയ്സ് ഒക്കെ കാണും. ഭയങ്കര നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു അലോയ്സാണ് ഇതിൻ്റെ. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ബിൽഡിംഗ് ബ്ലോക്സും കൊണ്ടൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ബിൽഡിംഗ് ബ്ലോക്സ് കൊണ്ട് കളിച്ച് അതിൻ്റെ ഒരു വേറൊരു കാറ്റഗറിയാണ് ലെഗോ കൊണ്ട് ഒരു പോർഷെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണണം. ഫിൻലാൻഡിലും അബുദാബിയിലുമായിട്ട് പോർഷയും ജോണി FPVയും കൂടെ ചേർന്നിട്ട് ഒരു പോർഷയുടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രോൺ ഷോട്ടൊക്കെ ആയിട്ട് ഒരു കിടിലൻ വീഡിയോ. അത് കണ്ടിട്ടുള്ളത് അന്ന് മുതലൊരു ആഗ്രഹമായിരുന്നു ഈ വണ്ടി ഒന്ന് കാണാൻ പറ്റിയിരുന്നത്. ആ മുതൽ ഇതാ ഇവിടെ കിടന്നു. ഇതാണ് -30 എന്ന് പറഞ്ഞ് കിടക്കുന്നത്. -30 ഇതാ ഡ്രോൺ ഷോട്ട് കണ്ടവർക്കറിയാം. -30 എന്ന് പറഞ്ഞാൽ ഫിൻലാൻഡിൽ കൂടെ ആ മഞ്ഞിൻ്റെ അകത്തൂടെ ഒക്കെ പോകുമ്പോഴത്തേനുള്ളൊരു കിടിലൻ ഷോട്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മുടെ അബുദാബിയിലെ ലിവ ഡെസേർട്ടിൽ വെച്ചിട്ട് +30 എന്ന് പറഞ്ഞാൽ ആ സാൻഡ് ഡ്യൂൺസ് ഒക്കെ ബാഷ് ചെയ്ത് പോകുന്ന കുറേ ഷോട്ട്സ് ഉണ്ട്. ആ ഒരു വീഡിയോ കാണണം, ഇതിൻ്റെ ഒരു ലുക്ക് കാണണം. അതിൻ്റെ കുറേ ഫോട്ടോസും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോർഷയുടെ കുറേ മോഡൽസ് അൺസീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് പോയിട്ട് കേട്ടിട്ട് പോലും ഇല്ലാത്ത മോഡൽസാണെന്ന് തോന്നുന്നു. എൻ്റെ ഈ പുറകെ ഇറങ്ങുന്നത് പോർഷയുടെ 919 സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ലിമാൻസിൻ്റെ 24 hour റേസിൽ 3 times സക്സസർ ആയിട്ടുള്ളൊരു മോഡലാണ് ഈ മോഡൽ. ഫാസ്റ്റസ്റ്റ് കാറാണ്.
പോർഷയുടെ ബോക്സ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഡ്രൈവബിൾ പ്രോട്ടോടൈപ്പ് മോഡലാണ്. സിംഗിൾ സീറ്റുള്ളൊരു കിടിലൻ സാധനം. പോർഷയുടെ ഫ്യൂച്ചർ കാണിക്കുന്ന ഒരു മോഡലാണുള്ളത്. പോർഷയുടെ അടുത്ത വരാൻ പോകുന്ന അപ്കമിങ് സാധനം പോർഷ ഇലക്ട്രിക് മോഡലിൻ്റെ ഒരു ഡിസ്പ്ലേ ഇവിടെ വെച്ചിട്ടുണ്ട്. പോർഷയുടെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, അതായത് പോർഷയുടെ മോഡൽസ് വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മളങ്ങനെ കണ്ട് പരിചിതമല്ലാത്ത കുറേ മോഡൽസ് 928 എന്ന് പറഞ്ഞ കുറച്ച് മോഡൽസ് കിടപ്പുണ്ട്. പോപ്പട്ട് ഹെഡ്ലൈറ്റ്സും അതിൻ്റെ ബ്രേക്ക് ലൈറ്റൊക്കെ ആണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റാണ്. നമുക്ക് പോർഷ ആയിട്ട് പോലും തോന്നുന്ന ടൈപ്പ് കുറച്ച് മോഡൽസ് ഉണ്ട്, കാണിച്ചു തരാം. നമ്മളൊരു ഡെസേർട്ട് ഡ്രൈവിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. റാപ്റ്ററും FJ ഒക്കെ വെച്ചിട്ട് എക്സ്ട്രാ ഒക്കെ ഉള്ളൊരു ഡെസേർട്ട് ഡ്രൈവിൻ്റെ ഉണ്ട്. ഒരു പോർഷ ഓഫ് റോഡ് സ്പെക്കിൽ മോഡി ചെയ്ത് വെച്ചിരിക്കണം. അതിനാ ലുക്കാണെന്നറിയാമോ? BF ഗുഡ്രിജിൻ്റെ 215/65 R16 16 ഇഞ്ചിൻ്റെ ഓഫ് റോഡ് ടയേഴ്സാണ് ഇത് വെച്ചിരിക്കുന്നത്. ഐക്കോൺസ് ഓഫ് പോർഷ. ഇപ്പം പോർഷയുടെ ഒരു ബിഗ് ഇവൻ്റ് എന്ന് വേണേൽ പറയാം. ഒരു ലോഡ് പോർഷ. ഇപ്പം ഇത്രയും കാറുകൾ, എനിക്കിതിനെക്കുറിച്ചൊക്കെ വളരെ കുറച്ച് നോളജേ ഉള്ളൂ, ഇത്രയും പോർഷേഴ്സിനെ കുറിച്ചൊക്കെ. അപ്പം നിങ്ങൾ ഈ കാണുന്നവർക്കൊക്കെ ഇതിനെക്കുറിച്ച് നല്ലപോലെ അറിയാവുന്നവരൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് പറയുക. നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ എല്ലാവർക്കും ഇത്രയും വൈഡ് വെറൈറ്റി ഓഫ് പോർഷയെക്കുറിച്ചും ഡീറ്റെയിൽസൊക്കെ അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോർഷയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്ത് അങ്ങനെ നമ്മുടെ എല്ലാവർക്കും അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നോളജ് കിട്ടും. അപ്പം ഇതുപോലുള്ള വീഡിയോസ് ഇനി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ കാണാനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൂടെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെയും സൈനിങ് ഓഫ്. ബൈ.